വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ. പറയൂ, ആരാണ്? നേരത്തെ വിളിച്ചിട്ടുണ്ടായി. ആരാണ്? പേര് പറയൂ. അതെന്താ അങ്ങനെ കുരു പൊട്ടിയാന്ന് വെച്ചത്? പേരെന്താ? പേരിന് ഉസ്താദ്. നൗഷാദ്. നിങ്ങൾ ഉറക്കെ പറയൂ കേട്ടോ, പറയുന്നത് ക്ലിയർ ആവുന്നില്ല, ശബ്ദം ഉറക്കെ പറയൂ. കുരു പൊട്ടിയാന്ന് വെച്ചേ. കുരു പൊട്ടേ? ആര് പറഞ്ഞു? അങ്ങോട്ട് കുരു പൊട്ടിയാന്ന് കേട്ടത്. എനിക്ക് മനസ്സിലാവണില്ല, എന്താ ഉദ്ദേശിക്കണേ? എന്നോട് കുരു പൊട്ടിയാന്ന് കേട്ടു. ഞാൻ മലയാളം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് എന്താണെന്നറിയില്ല. എന്താ ഈ കുരു? അത് നിങ്ങൾ എന്നോട് കേട്ട കാര്യം. എങ്ങനെ? കുരു പൊട്ടിയോന്ന് കേട്ടു. കുരു പൊട്ടിയോന്ന് ഞാൻ ചോദിക്കേ? ഞാൻ ഈ ലോകത്ത് ഇതുവരെ ഞാൻ ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് കുരു പൊട്ടുക എന്ന് പറയുന്ന ഒരു വാക്ക്. അത് ഞാൻ നിങ്ങളോട് എങ്ങനെ ചോദിക്കാം? അങ്ങനെ ആള് പറയുന്നത് ചോദിച്ചില്ലല്ലോ. നേരത്തെ ഒരു വൈകുന്നേരം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചോ? അതിനിപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ കുരു പൊട്ടിയിട്ടുണ്ടോന്ന് ചോദിക്കണേ? അങ്ങനെ ചോദിച്ചു. ഞാൻ ചോദിച്ചാ? അള്ളാഹാണ് ചോദിച്ചാ? ഡിങ്കനാണ് ഞാൻ ചോദിച്ചിട്ടില്ല. ഡിങ്കനാണ് ഞാൻ ചോദിച്ചിട്ടില്ല. ആരാണെങ്കിൽ ചോദിച്ചു. ഞമ്മ എന്തെങ്കിലും ഒരു പ്രകോപിതമായ ഒരു വാക്ക് പറഞ്ഞെങ്കിലേ ചോദിച്ചത്. അതാ നിങ്ങൾ വിളിച്ചത് എന്തിനാന്ന് പറയൂ. ഒന്നും പറയാണ്ട് നിങ്ങൾ അങ്ങനെ വിളിച്ചത്. നിങ്ങൾ എന്തിനാ വിളിച്ചത് ഇപ്പോ? എപ്പോ? ഇപ്പ നിങ്ങൾ മിസ് കോൾ കണ്ടിട്ടാ ഞാൻ തിരിച്ചു വിളിക്കണേ. ഇപ്പൊ അത് ചോദിച്ചാ വിളിച്ചത്. ഏത് ചോദിക്കാൻ? നീ അങ്ങനെ വിളിച്ചതിനപ്പോ ഏത്? നിങ്ങ കുരു പൊട്ടിയാന്ന് കേട്ടത്. കുരു പൊട്ടിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ലല്ലോ. എന്തായി കുരുന്ന് പോലും എനിക്കറിയില്ല. കുരു അതെന്താ സാധനം? കുരു പൊട്ടിയാന്ന് അതറി നിങ്ങളെ വായിന്ന് വന്ന ഒരു വാക്ക്. അത് ഇനിയിപ്പോ വല്ല മുഹമ്മദ് നബിയുടെ വല്ല കുരുവിന്റെ കാര്യമാണോ എനിക്ക് അറിയില്ല കേട്ടോ. ഏതായാലും ഞാൻ ഞങ്ങളോട് അത് ചോദിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല കേട്ടോ. ഇല്ല. തലക്ക് കാര്യമായ സോക്കേട് ഉണ്ട്. ഉണ്ടാവും. മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നല്ലേ? ഇനിയിപ്പോ അതിപ്പോ എനിക്ക് പകർന്നോന്ന് അറിയില്ല. മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നാണല്ലോ തലക്ക് സൂക്കേടെ. ഇനി അത് പകർന്നാണോന്ന് അറിയില്ല. ഇതിനെ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റേ എന്ത് ഹോളി ബ്ലണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ട്രോൾ ഉണ്ടാക്കുന്നവർക്ക് കൊടുത്തിട്ട്. ആരാണ് ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരാണ്? അല്ല, ഇതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം കൊണ്ട്? ഒരു ആൾക്കാർക്ക് ഒരു നന്മ വരുത്തുണ്ട്. ഇത് തിന്മ വരുത്തിട്ട് എന്ത് കാര്യം? നന്മ വരുത്തുക എന്ന് വെച്ചാൽ എങ്ങനെ? അല്ല, ഒരു സന്ദേശം കൊടുക്കുമ്പോഴേക്ക് ഇപ്പോ മതം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുക്കാം. എങ്ങനെ? മതത്തിൽ പോയെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, ആഖിറം നല്ലതാവും, അങ്ങനെ സന്ദേശം കൊടുക്കാം. നിങ്ങൾ ആഖിറം എന്ന് പറഞ്ഞാൽ നമ്മ മരിച്ചതിന് ശേഷമുള്ള ജീവിതം. അതെന്താണ്? അത് അങ്ങനെ ഒരു ജീവിതം. അതാണ് പറഞ്ഞില്ലേ. പിന്നെ പറഞ്ഞു തരി എന്തെന്ന് വെച്ചെങ്കില് അവിടെ എന്തുള്ളതെന്ന് കേട്ടെങ്കില് നമ്മ ഇപ്പൊ എന്തല്ല അവിടെയുള്ള ജീവിതത്തിൽ എന്താ ഉള്ളത്? ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം. എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇത് കേൾക്കണ സമാധാനമുണ്ട്. സമാധാനോ? സന്തോഷമുണ്ട്. സന്തോഷവും സമാധാനവും അവിടെ ഉണ്ട്. സമാധാനമുണ്ട്. നമുക്ക് കിലോ കണക്കിനാണോ അതോ എങ്ങനെയത്? ചാക്കിലാണോ? ഭക്ഷണമുണ്ട്. ഭക്ഷണമുണ്ട്. എന്ത് ഭക്ഷണം? ഏത് തരത്തിൽ വേണം. എന്തൊക്കെയാ പിന്നെ ഉള്ള അവിടെ? സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വർഗം? ശരി. സ്വർഗത്തിൽ എന്തൊക്കെയുള്ള? ഇതൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല. നിങ്ങളൊന്ന് പറഞ്ഞ എന്തൊക്കെയുള്ള സ്വർഗത്തിൽ എന്തൊക്കെയുള്ളതെന്ന് പറയൂ. സ്വർഗത്തില് സമാധാനമുള്ളത്. സമാധാനം എന്താ ഇവിടെ കിട്ടില്ലേ? സമാധാനം എനിക്കൊക്കെ നല്ല സമാധാനമാണ്. ഇവിടെ കിട്ടും. ഇവിടുത്തെ നാട്യം കുറച്ച് അധികം കിട്ടും. ഇവിടെ ഇപ്പൊ ആവശ്യത്തിലധികം സമാധാനം ഉണ്ട്. പിന്നെ എന്തിനാ എനിക്കിപ്പോ അവിടെ പോയിട്ട് സമാധാനം? അവിടെ ഇവിടെ കാണോ അവിടെ വേണോ? പോവല്ലോ. നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടിയിട്ട് എന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോഴല്ലേ സമാധാനം കിട്ടണ്ടേ? ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ മനസ്സമാധാനം കിട്ടുന്നുണ്ട് പറഞ്ഞു. എനിക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ എന്തിനാ അവിടെ പോയിട്ട് സമാധാനം? അത് കിട്ടാൻ വേണ്ടി ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോകണേ? അത് മരിച്ചു കഴിഞ്ഞെങ്കിലുള്ളത് ഇവിടെ തന്നെ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്തിനാ മരിച്ചിട്ട് ഒരു സമാധാനത്തിന്റെ കാര്യം എന്തിനാണ്? മരിച്ചതിന് ശേഷം സമാധാനം എന്തിനാ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവനില്ലല്ലോ. പിന്നെന്തൊട്ടിനാ സമാധാനം? ജീവനില്ലാത്തത് എങ്ങനെ? ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? പിന്നെന്തിനാ ജീവനുള്ളത്? നമ്മളാ ബോഡിക്കല്ലേ ജീവനില്ലാത്തത്? പിന്നെ ജീവനുള്ള ഒരു സത്ത ഉണ്ടല്ലോ. സത്തയോ? അതെന്തുട്ടാ? അത് എല്ലാ കാര്യവും ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ എന്താ സാധനം?
റൂഹ് എന്ന ആത്മാവ് എന്ന സാധനം ഉണ്ട്. എവിടെ ഉണ്ട്? അതിപ്പോ നമ്മളെ ശരീരത്തിലില്ലേ? ശരീരത്തിൽ എവിടെ? അത് എവിടെയെന്ന് കേട്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അത് ഒരു ശാസ്ത്രമോ എന്തോന്ന് കണ്ടുപിടിക്കാത്തൊരു സാധനം എന്ന് വെച്ചാ അപ്പൊ അത് സാധനം ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് നമുക്ക് പറഞ്ഞു തന്നില്ലേ? അറിവില്ല നമുക്ക്. ആര് പറഞ്ഞു തന്നു? ശാസ്ത്രം എന്ന് പറയുന്നില്ലേ? ശാസ്ത്രം പറഞ്ഞു തന്നോ റൂഹ് ഉണ്ടെന്ന്? അല്ല, ആത്മാവ് ഉണ്ടെന്ന് പറയുന്നില്ലേ? എവിടെ ശാസ്ത്രം എവിടെ പറഞ്ഞു? ഞാൻ കുറെ പഠിച്ചാണല്ലോ, ശാസ്ത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. നിങ്ങൾ ഏത് ശാസ്ത്രത്തിന്? മദ്രസാ ശാസ്ത്രമാണോ നിങ്ങൾ പറയുന്നത്? മരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ? പിന്നെ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എന്താണ് മെറ്റബോളിക് റിയാക്ഷൻസ്, ബയോകെമിക്കൽ റിയാക്ഷൻസ് അവിടെ ഓബ്ലിറ്ററേറ്റഡ് ആവും. അതിനെയാണ് നമ്മൾ മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ്സ് ഒരു സെസേഷൻ ഓഫ് എ ബയോളജിക്കൽ പ്രോസസ്. അതിലെവിടെ ആത്മാവ്? ആത്മാവിനെ ഇത് പഠിപ്പിക്കല. എന്നാലും ആത്മാവിനെ നമ്മളിപ്പോ സംസാരിക്കുന്നില്ലേ? മനസ്സിലായില്ല. ആത്മാവാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇതിപ്പോ ഞാനല്ലേ സംസാരിക്കുന്നത്? അതെ. അതിലെവിടെ ആത്മാവ്? ഒരു ബോഡിനെ കൊണ്ട് വെറുതെ സംസാരിക്കാൻ പറ്റും. എങ്ങനെ? ഈ ശബ്ദം എന്നത് കാണുന്നില്ല, കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതാണ് ആത്മാവ്. കേൾക്കുന്നത് കൊണ്ട് ആ സാധനം ഇല്ലേ, വസ്തു ഇല്ലേ? ശബ്ദം എന്ന് പറയുന്ന വസ്തു ഉണ്ട്. ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് ശബ്ദം എന്ന് പറയുന്നത് നമ്മളുടെ എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നടക്കുന്ന ഒരു വേവ് ലൈക്ക് മോഷൻ വഴിയല്ലേ ശബ്ദം ഉണ്ടാകുന്നത്. അത് കാണാൻ പറ്റില്ലല്ലോ. കാണാനൊക്കെ പറ്റുമല്ലോ. അൾട്രാസൗണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അൾട്രാസൗണ്ട് അത് മെഷീന്. അൾട്രാസൗണ്ടിലെ സൗണ്ട് എന്താണ്? അത് മെഷീന്. അത് മെഷീന്. എന്തുട്ട്? മെഷീനോ? ആ, മെഷീനിൽ എന്താ കാണുന്നത്? മെഷീനില് അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുന്നു. സ്കാനിങ്ങിൽ എന്താ കാണുന്നത്? അറിയില്ല. നിങ്ങൾ നേരായ മാർഗത്തിലേക്ക് വരി. ഏതാണ് ഈ നേരായ മാർഗം? നേരായ മാർഗം എന്ന് പറയുന്നത്, ചിരിക്കാത്ത കാര്യം പറയൂ. ഞാൻ പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥിയാണ്. നേരായ മാർഗം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിക്കണം. ബുദ്ധി കൊണ്ട് ആലോചിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓൾറെഡി പഠിച്ച ആള് ഇസ്ലാം മതവും ഞാൻ മതത്തിനെ കുറിച്ച് യാതൊരു കാര്യം നിങ്ങൾക്കില്ല. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങളെ പേരെന്നെ ആരിഫ് മുഹമ്മദ്. ആരിഫ് ഹുസൈൻ എന്നാണ്. ആരിഫ് ഹുസൈൻ. അപ്പൊ എന്നെക്കാൾ കൂടുതൽ പഠിച്ച ആളാണ്. അങ്ങനെ ഉണ്ടോ? ആ വാക്കിന് എന്താ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഡിഗ്രി ഒന്നും അല്ലല്ലോ, എന്റെ ഒരു പേരല്ലേ? അല്ല, ആ പേര് മുസ്ലിം, ഇത് ഇസ്ലാം മതത്തിൽ പെട്ട ആളെ പേരല്ലേ നിങ്ങളത്? അങ്ങനെ ഉണ്ടോ? അറബിയിൽ ഒരു പേരിട്ട് അത് ഉടനെ മുസ്ലിം? ഒരു 18 വയസ്സ് വരെയെങ്കിലും ഈ മതപരമായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതിപ്പോ 18 വയസ്സ് വരെ കള്ളു കുടിച്ചിട്ടുള്ള ആൾക്കാരില്ലേ? കള്ളു കുടിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടോ? 18 വയസ്സ് വരെ ചെറുപ്പം മുതലായ കള്ളു അങ്ങനെ കുടിക്കൂല. ആരാണെങ്കിലും ഇപ്പൊ 30 വയസ്സായ ഒരാൾ കള്ളു കുടിക്കുന്നു എന്ന് വെച്ചിട്ട് ആ കള്ള് ശരിയാവോ? 30 വയസ്സാളെ കള്ളു കുടിക്കും. കള്ള് കുറെ നാള് കുടിച്ചാൽ കള്ള് ശരിയാവോ? കുറെ നാള് മുസ്ലിമായിട്ടിരുന്നാൽ ഇസ്ലാം ശരിയാവോ? മുസ്ലിമായിട്ട് ഇരുന്നാല് ഇസ്ലാം ശരിയാവുന്ന. മുസ്ലിമായിട്ട് ഇരുന്നാല് മുസ്ലിം എന്ന് പറഞ്ഞാല് ഇസ്ലാം തെറ്റുണ്ടോ? ഇസ്ലാമിൽ എന്തോരം തെറ്റുണ്ട്. ഒരു തെറ്റ് പറഞ്ഞത് ഇപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരം ഭാര്യയെ തല്ലാമെന്നാണ് പഠിപ്പിക്കുന്നത്. അത് ശരിയാണ്? അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഉണ്ടല്ലോ. ഇത് ഉസ്താദ്മാരാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഖുറാനിന്ന് വായിച്ചു തരാം. ഖുറാനിന്നാ അത് ഏടെങ്കിലും ചിലപ്പോ ഇത് വ്യാഖ്യാനം അങ്ങനെ തർജ്ജമ ചെയ്യുന്നിടത്തേക്ക് അങ്ങനെ ആരെങ്കിലും ഇതാക്കി. ഞാൻ അറബിയിൽ വായിച്ചുതരാം. നിങ്ങൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ മതി. പറ്റുമോ? എനിക്ക് മലയാളം അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറബിയും അറിയില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ തെറ്റാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അറിയാത്ത സാധനം ഞാനിപ്പോ ഒരു സാധനം അറബിയിൽ വായിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന്റെ അർത്ഥം അറബിയിൽ ഉള്ളതിന്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് തെറ്റാണെന്ന് പറയും. എനിക്കറിയില്ല, അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഞാൻ വായിച്ചു തരാം. ഞാൻ പറഞ്ഞത് ഭാര്യ ദുർവ്യാഖ്യാനല്ല. ഞാൻ പറഞ്ഞത് ഖുർആനിലെ ആയത്തിന്റെ കാര്യമാണ്. അതെടുക്കട്ടെ ഒരെണ്ണം.
ഖുറാനിലെ ആയത്താ? ആ ആ എടുക്കട്ടെ. അറബിയിൽ വേണോ, മലയാളത്തിൽ വേണോ, ഇംഗ്ലീഷിൽ വേണോ, ഏത് ഭാഷയിൽ വേണം? മലയാളത്തിലാവും. മലയാളത്തിൽ മതി. എനിക്കറിയുന്നു മലയാളം. ഓക്കെ, അപ്പം ഞാനിത് ഇതിൻ്റെ അർത്ഥമാണ് വായിക്കുന്നത്, വ്യാഖ്യാനമല്ല. ആ ഓക്കെ. എന്താണ് വായിക്കുന്നത്? അർത്ഥം. അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ എന്താ പറയണ്ടേ? എന്താണ് പറയണ്ടത്? വിശദീകരണം. അർത്ഥം എന്ന് പറഞ്ഞാൽ വിശദീകരണമല്ല. ആ അർത്ഥം എന്ന് പറഞ്ഞാൽ മാന. ആ മായന. മായന. അപ്പൊ മനസ്സിലായില്ലേ? അറബിയിൽ മായന മനസ്സിലായി. അപ്പൊ അതേ വായിക്കാൻ വേണ്ടി, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. ഇത് ഏതാ ആയത്തെന്ന് അറിയോ? നമ്പർ അറിയോ? ഇല്ല, അതൊന്നും അറിയില്ല. നിങ്ങളുടെ കയ്യിൽ ഖുറാനുണ്ടോ? ഖുറാൻ കയ്യിലില്ല, വീട്ടിലുണ്ട്. വീട്ടില് പരിഭാഷയുണ്ടോ? പരിഭാഷയുണ്ട്. പരിഭാഷ ഉണ്ടോ? വീട് എത്ര കിലോമീറ്റർ ദൂരെയാണ്? 72 കിലോമീറ്റർ ഉണ്ടോ? ഒരു 2 കിലോമീറ്റർ. 2 ഉള്ളോ? പെട്ടെന്ന് ബൈക്കിലാണോ കാറിലാണോ? ഞാനിപ്പോ ഓട്ടോ ഓടിക്കലാണ്. ഓട്ടോ ഓടിക്കലാണ്. ഇപ്പൊ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണോ? ആ ഓട്ടോറിക്ഷന്റെ അടുത്താണ്. നിങ്ങളുടെ കയ്യിൽ 2 ഫോൺ ഉണ്ടോ? ഇല്ല, ഒരു ഫോണേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് ഉണ്ടോ? ഇന്റർനെറ്റ് ഉണ്ട്. ഉണ്ട്. എന്നാ നിങ്ങൾ അതിനകത്ത് ഗൂഗിൾ എടുക്കുക. അല്ല, അർത്ഥം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ട് പിന്നെ അത് വലിയ പ്രശ്നമാകും. നിങ്ങൾ തന്നെ എടുത്ത് വായിച്ചാലോ, അതല്ലേ നല്ലത്. ഒരു പ്രശ്നമൊന്നുമില്ല, അത് എല്ലാം കുറെ സമയം എടുക്കുന്നല്ലേ. ഓക്കെ, എന്നാ പിന്നെ ഇനി ഞാൻ വായിച്ചു കഴിയുമ്പോ അതില്ല, അത് ഞാൻ ഉണ്ടാക്കി പറയണമെന്ന് ഇല്ല, അങ്ങനെ പറയില്ല. ഇല്ല, അങ്ങനെ പറയില്ല. നിങ്ങൾ മുത്താണ് കേട്ടോ, മുത്തുക്കോയ. അപ്പൊ പുരുഷന്മാർ സ്ത്രീകളുടെ മുകളിൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും അവരുടെ ധനം ചെലവഴിച്ചുകൊണ്ടും ആണത്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം അവരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. കേട്ടോ? ആ അതെയൊന്നു എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇതിപ്പോ ഖുറാനിന്നാ ഞാൻ വായിച്ചത്. ഖുറാനില് 4:34. ഇനി നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അറിയില്ല. ഇപ്പൊ ഭാര്യയെ തല്ലാൻ പറയുന്നതോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അപ്പൊ നിങ്ങൾ അത് വിശ്വസിക്കുന്ന? ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതി വെച്ചത് അത് പറയുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ആദ്യം ഉത്തരം പറയൂ. ഇത് ഇങ്ങനെ ഭാര്യയെ തല്ലുന്നത് ശരിയാണോ അല്ലേ? ഓക്കെ, ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞു. ഭാര്യയെ തല്ലുന്നത് ശരിയാണോ അല്ലേ? അതാദ്യം ആ കാര്യം നിങ്ങൾ ഭാര്യയെ തല്ലുന്നത് ശരിയാണോ അല്ലേ? ഭാര്യയെ തല്ലുന്നത് ശരിയാണോന്ന് വെച്ചാല് അല്ല. അത് തല്ലാം എന്ന് പറയുന്ന, തല്ലണം എന്ന് പറയുന്ന അള്ളാഹുവിനോട് നിങ്ങൾക്ക് എന്താ ഇപ്പൊ തോന്നുന്നത്? നിങ്ങൾ ഖുർആന് ഇപ്പൊ പറഞ്ഞത് ഇത് മാത്രമല്ല. നിങ്ങള് വിഷമിക്കല്ലേ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഞാൻ ചോദിച്ചത്. ഭാര്യയെ തല്ലുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല. വളരെ നല്ല മനുഷ്യനാണ് നിങ്ങൾ, തങ്കപ്പെട്ട മുത്തുക്കോയാണ് നിങ്ങൾ. അങ്ങനെ തല്ലാൻ പറയുന്ന ഒരു ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു നല്ല ദൈവമാണോ? അത് ദൈവം പറയില്ല. ഇതല്ല ഇപ്പൊ ഞാൻ വായിച്ചതാ. ഇതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ എടുക്കാൻ പറഞ്ഞ അതുകൊണ്ടാ. ഇപ്പൊ നിങ്ങൾ മാറ്റി പറയാണ്. ഞാൻ ഖുർആനീന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നതിന്റെ മാനയാണ് ഞാൻ വായിച്ചത്, അർത്ഥം. അത് നമ്മ ഒരു ഖുർആൻ വായിക്കുന്നതല്ലേ? അത് ശരി. അപ്പൊ ഖുർആൻ വെറുതെ എങ്ങനെ എഴുതി വെച്ചതാണോ? ഖുർആൻ എഴുതി വെച്ചിട്ടുള്ളല്ലേ. നിങ്ങൾ ഖുർആൻ എഴുതിയത് തള്ളൂ. അപ്പൊ ഖുർആൻ തള്ളൂ? എല്ലാം തള്ളണമെന്ന് പറയുന്നില്ല. ഇത് തള്ളൂ. ഇപ്പൊ ഈ വായിച്ചത് നിങ്ങൾ തള്ളാൻ റെഡിയാണോ അല്ലേ? ഞാൻ 10 വരെ എണ്ണാം, നിങ്ങളൊരു ഉത്തരം പറയൂ. ഈ ഇപ്പൊ നമ്മൾ വായിച്ച ആയത്തിൽ ഭാര്യയെ തല്ലാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ തല്ലണമെന്ന് പറയുന്നു, അനുസരണക്കേട് കാണിച്ചാൽ. അങ്ങനെ പറഞ്ഞ സംഗതിയോട് നിങ്ങൾക്ക് യോജിപ്പില്ല എന്നും പറയുന്നു. നിങ്ങൾ ഈ ഖുറാനിലെ ഈ ആയത്ത് നിങ്ങൾ തള്ളാൻ തയ്യാറാണോ അല്ലേ? തള്ളുമോ ഇല്ലേ? 10 9 8 7 5 4 3 2 1. അപ്പോൾ ഖുറാനിലെ ആയത്ത് നിങ്ങൾ തള്ളില്ല? നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് നിങ്ങൾ പറയൂ, തള്ളാൻ പറ്റും? നിങ്ങൾ തള്ളുമോ ഇല്ല? അത് നമ്മൾ അറിവിൽ പെട്ടതല്ലോ. നിങ്ങളെ അറിവൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ഇന്ത്യൻ നിയമ പുസ്തകം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരാണ്.
അതിനാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഭാര്യയെ തല്ലാം എന്ന്. ആ നിങ്ങൾ ആ പുസ്തകം എന്ത് ചെയ്യും? ആ പുസ്തകം നമുക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറയും, തള്ളു. ഇതെ ഖുറാനിൽ അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആ ഖുറാൻ എന്ത് ചെയ്യും? ഖുറാൻ എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ഭരണ ഒരു മനുഷ്യനെ പുസ്തകമല്ല. നിങ്ങൾക്ക് ഇന്ത്യൻ കിതാബിൽ ഒരു നിയമത്തിൽ ഭാര്യയെ തല്ലാമെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെ തള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതെ, അപ്പൊ ഭാര്യയെ തല്ലാൻ പറയുന്നത് ദൈവം തല്ലാൻ പറഞ്ഞ് നിങ്ങൾ തല്ലും എന്നാണോ? ദൈവത്തിന് തെറ്റ് പറ്റില്ല. ഓക്കെ, അപ്പോ നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പൊ തെറ്റ് വെച്ചത് ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ തെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ നിന്നിട്ടുള്ളത്. ഇത് തെറ്റല്ലേ? ആ ഒരു നിലപാടിനാണ് നിങ്ങൾ നിന്നിട്ടുള്ളത്. ഇത് തെറ്റല്ലേ? ഭാര്യയെ തല്ലാൻ പറയുന്നത് തെറ്റല്ലേ? ഭാര്യയെ തല്ലാൻ പറയുന്നത് തെറ്റാണോ അല്ലേ? അത് തെറ്റാണ്. അപ്പൊ പിന്നെ അത് പടച്ചോനല്ലേ പറഞ്ഞത് ഖുറാനില്? അത് ഖുറാനില് പടച്ചോന് പറഞ്ഞത്. അപ്പൊ ഖുറാനിൽ തെറ്റായ കാര്യം പറഞ്ഞ സംഗതി വെച്ച് നമ്മൾ എന്ത് പറയും? പടച്ചോൻ പറഞ്ഞത് തെറ്റാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾ ഈ ഖുറാനിലെ വിശ്വസിച്ചില്ലേ? ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്? ഖുറാനിൽ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് അത് വിശ്വസിക്കില്ല, അത് മനുഷ്യൻ എഴുതിയതാണെന്നല്ലേ നമ്മൾ പറയുന്നത്. മനുഷ്യൻ അതിന്റെ നിങ്ങൾ പറയൂ, ഇന്ത്യൻ ഒരു നിയമ പുസ്തകത്തിൽ ഭാര്യയെ തല്ലാമെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ അത് തള്ളിക്കളയെന്ന് പറഞ്ഞു. അത് മനുഷ്യൻ എഴുതി വെച്ചാൽ, അപ്പൊ മനുഷ്യൻ എഴുതിയാൽ നിങ്ങൾ തള്ളും, ദൈവം തല്ലാൻ പറഞ്ഞാലും നിങ്ങൾ തള്ളില്ല, അതാണോ പറഞ്ഞത്? ദൈവം പറഞ്ഞാലും, ദൈവം തല്ലാൻ പറഞ്ഞാലും നിങ്ങൾ ആ പറഞ്ഞ കിതാബ് തള്ളില്ല, അതാണോ നിങ്ങൾ പറയുന്നത്? ദൈവം അങ്ങനെ പറയില്ല. ഇതേ അത് ശരി, ഇതല്ലേ ഇപ്പൊ ഞാൻ വായിച്ചത്. അത് അതിനെ കുറിച്ചിട്ടല്ലേ നമുക്ക്. ഇനി അറബിയിൽ വായിക്കണോ? അറബിയിൽ വായിച്ചു തരണം. അപ്പൊ ഇനി എന്നാ നിങ്ങൾക്ക് വിശ്വാസം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ? എങ്ങനെയാണ്? ദൈവം ഒരാളെ തല്ലാൻ കൽപ്പിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൽപ്പിച്ചതാണല്ലോ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ചത്. പിന്നെ കൽപ്പിക്കില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ. അത് ശരി. അപ്പൊ എഴുതിയത് വേറൊരു കാര്യം, മനസ്സിലാക്കേണ്ട വേറെ കാര്യം. അതെങ്ങനെയത് ശരിയാവും? അതെന്ത് കോയ? അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ അള്ളാഹു ഖുറാനിൽ നിങ്ങൾ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് അള്ളാഹു, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ പറഞ്ഞത് പ്രകാരം കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് വലത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിയൂ എന്ന് എഴുതി വെച്ച് അവിടെ ഒരു കുഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും വലത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് തിരിയാനാണ് പറഞ്ഞതെന്നാണോ നിങ്ങൾ മനസ്സിലാക്കുക? അല്ല. അപ്പൊ പിന്നെ ഇത് വരുമ്പോ അവിടെ അള്ളാഹു എഴുതി പിടിപ്പിച്ചിരിക്കുന്ന സാധനമാണ് ഭാര്യയെ തല്ലു എന്ന്. അപ്പൊ നിങ്ങൾ പറയണു അത് തല്ലാനല്ല ഉദ്ദേശിച്ചത്, പിന്നെ എന്തിനാ ഉദ്ദേശിച്ചത്? തല്ലാൻ പറഞ്ഞ സാധനം പിന്നെ എന്തെന്നാ ഉദ്ദേശിക്കുന്നത്? ചെറിയൊരു വചനം കൊടുത്തിട്ട് ചെറിയൊരു വചനമല്ല. നിങ്ങൾ ഒരു ഉദാഹരണം ചോദിച്ചപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനി വേറെ ഉദാഹരണം വേണം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഒരു ഉദാഹരണം ചോദിച്ചപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു, ഇനി വേറെ ഉദാഹരണം വേണം. ഞാനൊരു വാക്ക് പറയട്ടെ. വേറെ ഉദാഹരണം വേണോന്ന് പറയൂ. എന്നാ ഖുറാനിലെ തെറ്റ് വേറൊരെണ്ണം പറയും. ഖുറാനിലെ തെറ്റ് വേറൊരെണ്ണം നിങ്ങൾ പറയും. തെറ്റ് നമ്മളെ ബുദ്ധിക്ക് അത് അങ്ങനെ ചിലപ്പോ അത് തെറ്റായിട്ടല്ലോ. നമ്മളെ ബുദ്ധി എന്ന് പറയണ്ട, നിങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെക്കാളും ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തെറ്റായി എന്ന് പറഞ്ഞിട്ട് ഇത് തെറ്റല്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഭാര്യ തല്ലുന്നത് തെറ്റാന്ന്? ഞാനാണോ പറഞ്ഞത്? ഭാര്യ തല്ലുന്നത് തെറ്റാണ്. അത് പടച്ചോനല്ലേ ഇവിടെ പറഞ്ഞത്? പടച്ചോനെ അങ്ങനെ പറയില്ല. പടച്ചോന്റെ ഖുറാനിന്നല്ലേ ഞാൻ വായിച്ചത്. അത് ഇല്ല, അതല്ല അങ്ങനെ അതങ്ങനെ പറയുന്നത്. പക്ഷെ ഒരു ദൈവം എന്ന് പറയുന്നത് ഒരാളെ തല്ലാൻ പറയില്ല. ഇതിലല്ലേ ഞാൻ വായിച്ചത്. അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ആദ്യം ഉപദേശിക്കുക, എന്നിട്ട് അവരെ കിടപ്പറയുന്ന വിട്ടു നിൽക്കുക, എന്നിട്ടും അവർ ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞത് ആരാ? ഓപ്ഷൻ വേണോ? ഓപ്ഷനാ. ഈ ഖുറാനിൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആരാണ് എഴുതി പിടിപ്പിച്ചത്? ഇത് ആര് പറഞ്ഞതായിട്ടാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത്? ഇത് മോദി പറഞ്ഞാണോ? ഇത് മുഹമ്മദ് നബിക്ക് ഇറക്കിയ ഒരു കിതാബല്ലേ? ആരാണ് കൊടുത്തത് കിതാബ്? ആ സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായി. ആ സമയത്ത് നിയമം വെച്ചാൽ ഇത് ഇന്നത്തേക്കുള്ളതല്ല അന്നത്തേക്കുള്ളതാണെന്ന്, അതാണ് ഉദ്ദേശിച്ചത്? ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും. അതെങ്ങനെയാ? അപ്പൊ ഖുറാൻ ഈ ലോകത്ത് ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണെന്നല്ലേ പറഞ്ഞേ? ഇനി വരാനുള്ളവർക്കായിട്ട് വേറെ വചനങ്ങളായിരിക്കും. അതേതൊക്കെയാണ് ആ വചനം? അതൊന്ന് കാണിച്ചു തരുമോ? ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക്, ഏതൊക്കെയാണ് നാളെയുള്ള ആളുകൾക്ക്, ഏതൊക്കെയാണ് മറ്റന്നാൾക്കുള്ള ആയത്ത് എന്ന് എവിടെയാണ് ഖുറാനിലുള്ളത്? ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെയാ? അങ്ങനെ ഇപ്പൊ ദൈവം ഏകനാണെന്ന് പറയും. അത് എപ്പോഴേക്കും ഉള്ളതാണ്. അതെ, അതിന് മാറ്റം വരില്ല.
അപ്പൊ ഇത് മറ്റന്നാളത്തേക്കുള്ളതല്ല എന്ന് നിങ്ങൾക്ക് എവിടുന്നാ പിടികിട്ടിയത്? എവിടെ ആരാ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ബുദ്ധിയില്ലേ, നമുക്ക് ഇതില്ലേ. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത് തള്ളുകയാണോ ചെയ്യുന്നത്? ഇത് സാധനം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു, ഇത് തള്ളുവോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ല. ഇന്ന് ഓട്ടോറിക്ഷ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇന്ന് മൊത്തം എന്നെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇല്ല, ഞാൻ മൊത്തം വിളിച്ചില്ലേ, ഞാൻ മുമ്പ് വിളിച്ചോടെ ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. ഇന്ന് രാവിലെ മുതൽ വിളിയോട് വിളിയായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ പറയൂ? ഇതിപ്പോ പടച്ചോൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു, ഭാര്യ തല്ലുന്നത് ശരിയല്ല നിങ്ങൾ പറയുന്നു. അപ്പൊ പടച്ചോൻ അങ്ങനെ പറയുന്നത് ശരിയാണോ? എന്തൊട്ട് പടച്ചോനത്? അജയ് ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് പടച്ചോൻ? ചീപ്പല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഭാര്യ തല്ലാൻ പറയുന്നത്? അതിപ്പോ പടച്ചോൻ നേരിട്ട് പറഞ്ഞ നേരിട്ട് തന്നെയല്ലേ പറയുന്നത്. ജിബിരിയിലിന് കൊടുത്തയച്ചു എന്നല്ലേ പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വരുന്ന ആളുകൾക്ക് നിങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഖുറാനിലുള്ള സാധനം ഇനിയിപ്പോ ഞാനിപ്പോ അത് പോയി വെരിഫൈ ചെയ്യേണ്ട കാര്യം തോന്നുന്നു. ഖുറാനിലുള്ള സാധനം എല്ലാം നിങ്ങളിപ്പോ ഖുറാനിലുള്ള എല്ലാ സാധനവും നിങ്ങൾ പോയി വെരിഫൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ആ ഭാഗമൊക്കെ നിങ്ങൾ അവിടെ വെക്കുക, അതൊന്നും എടുക്കല്ലേ. അങ്ങനെയൊന്നല്ലല്ലോ ഇത്. നിങ്ങൾ മദ്രസയിൽ അങ്ങനെയാണോ പഠിച്ചത്? ഇസ്ലാമിനെ പഠിക്കുന്നത് അല്ലല്ലോ. നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഒരു 7 വരെ പഠിച്ചിട്ടുണ്ടാവും. 7 വരെ പഠിച്ചിട്ടുണ്ട്. 5 വരെ. ഓക്കെ. അപ്പോ നിങ്ങളത് ഇതുവരെ കേട്ടിട്ടില്ല ഈ ആയത്ത്? ഇങ്ങനെ മലയാളത്തിലായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാത്തിഹയൊക്കെ അറിയോ? ഫാത്തിഹ അറിയും. ആയത്തുൽ കുർസി അറിയോ? ആയത്തുൽ കുർസി അതറിയും. അറിയോ? ഒന്ന് ചൊല്ലി, ഒന്ന് കേൾക്കട്ടെ. തുടക്കം പറയാം നിങ്ങൾക്ക്. മുസ്ലിമായ നിങ്ങൾക്ക് ആയത്ത് പറയൂ. എന്താ അതിന്റെ അർത്ഥം? അർത്ഥം ആകാശഭൂമികളെ പഠിച്ച അങ്ങനെ എന്തോ വരുന്നത്. എന്തുട്ട് ആകാശഭൂമികളെ പഠിച്ച് ദൈവം അങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന എനിക്ക് ഫുൾ അറിയില്ല. നിങ്ങൾ അർത്ഥം അറിയണ്ടേ? നിങ്ങൾ എന്തുട്ട് മുസ്ലിമാണ്? അർത്ഥം അറിഞ്ഞെങ്കിൽ അല്ല മുസ്ലിമിന്റെ അർത്ഥം എന്ത്? മുസ്ലിമിന്റെ അർത്ഥം എന്ത്? സബ്മിറ്റഡ്. എന്താ നിങ്ങൾ ആയത്തുൽ കുർസിയുടെ അർത്ഥം പറയും? ദൈവത്തിന് വണങ്ങിയവന്. ദൈവത്തിന് വണങ്ങിയത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എല്ലാം അറിയുന്നവന് അർത്ഥമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞത്. ദൈവത്തിന് കീഴൊതുങ്ങിയവൻ, ദൈവത്തിനല്ല അള്ളാഹുവിന് കീഴ് ഒതുങ്ങിയവൻ എന്ന് പറയുമ്പോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാ നമ്മള് കർമ്മങ്ങൾ എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അപ്പോ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോ അതിന്റെ അർത്ഥം ഈ പടച്ചോൻ എന്ത് തെണ്ടിത്തരം പറഞ്ഞാലും അതും അംഗീകരിക്കണമെന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? പടച്ചോൻ പറഞ്ഞ എന്ത് മണ്ടത്തരായാലും എന്ത് തെണ്ടിത്തരായാലും അതും അംഗീകരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഭാര്യയെ തല്ലാൻ പറഞ്ഞത് തെണ്ടിത്തരാണെന്ന്? അത് ഒരേ കാര്യം നമ്മൾ പിടിക്കുമല്ലോ. നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത് ഇസ്ലാമിലെ തെറ്റിനൊരു ഉദാഹരണം. ആ ഉദാഹരണം പറഞ്ഞപ്പോ ഇപ്പൊ അത് ഒരെണ്ണം പറഞ്ഞു എന്നായിപ്പോ. നിങ്ങൾ ഉദാഹരണം ചോദിക്കുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ അതായോ തെറ്റ്? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിപ്പോ പഠിച്ചവന് പറഞ്ഞു പറയുന്നല്ലേ? ഞാൻ പറയണോ? ഖുറാനിലുള്ള ആയത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഇപ്പൊ ഞാൻ പറയണതാവണത്? ഖുറാനിലെ ആയത്തല്ലേ ഞാൻ വായിച്ചത്. അത് മറ്റൊരു ഞാനൊരു ചോദ്യം ചോദിച്ചു. പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ ഖുറാനിലെ ആയത്ത് എങ്ങനെയാ വന്നത്? അത് നിങ്ങൾക്ക് അറിയോ? അപ്പൊ ഖുറാനിൽ കൈകടത്തൽ ഉണ്ടെന്നും കൂടിയാണോ അപ്പൊ നിങ്ങൾ വായിക്കണത് പറയണത്? മുഹമ്മദ് നബി അറിയാതെ ഏതോ ആളുകൾ എന്നെ പോലെയൊക്കെയുള്ള കുറച്ച് കുൽസിത പ്രവൃത്തികൾ നടത്തുന്ന ആളുകൾ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചതാണ് ഈ ആയത്തുനിന്നാണോ അപ്പൊ നിങ്ങളുടെ വാദം? ആൾക്കാർ പിടിപ്പിച്ചത്. അപ്പൊ ഖുർആനിൽ കൈകടത്തൽ ഉണ്ടായി എന്നാണോ നിങ്ങൾ വായിക്കുന്നത്? അതല്ലാന്ന് ഖുർആനിൽ പറയുന്നത്. അപ്പൊ പിന്നെ ഇത് ആരെഴുതിയത്? എങ്ങനെയാ ഖുർആനിൽ വന്നത്? ഭാര്യയെ തല്ലണം എന്ന് പറഞ്ഞത് ആരാണ് എഴുതിയത്? ഞാനാണോ? നിങ്ങളല്ല. ഞാനല്ല. പിന്നെ ആരാണ്?
അത് ഈ ഖുർആൻ എഴുതിയത് ആര് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ആരാണ്? ക്രിസ്താവായ അള്ളാഹു. അപ്പൊ ഈ അള്ളാഹു അല്ലേ ഇതിനകത്ത് ഈ ഭാര്യത്തെല്ലാം പറഞ്ഞത്? ഭാര്യയെ തല്ലാൻ പറഞ്ഞ കാര്യം ഞമ്മ ബുദ്ധി കൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ബുദ്ധി കൊണ്ട് നിങ്ങൾ ആലോചിച്ചോ, പക്ഷെ എഴുതി വെച്ചത് ആ പറഞ്ഞ സാധനം ആരാ പറഞ്ഞതെന്നാ ഞാൻ ചോദിക്കണേ. അത് പറഞ്ഞ് ശരിയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. ശരിയല്ല നിങ്ങൾ പറഞ്ഞു, എഴുതി വെച്ചത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യമുള്ളതെന്നാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. ഇത് എല്ലാം എഴുതി വെച്ച പോലെ തന്നെ ഉണ്ടാവും. എഴുതി എല്ലാ കാര്യം എഴുതി വെച്ച പോലെ തന്നെ ഉണ്ടാവും എന്ന് വെച്ചപ്പോ നിങ്ങൾ പറയണത് ഇന്നത്തേക്ക് എടുക്കാൻ കൊള്ളൂല എന്നാണ് ഈ പറയണത്. അത് നമ്മ കാലഘട്ടത്തിനനുസരിച്ച് നോക്കണം. എങ്ങനെ ആ കാലത്തേക്ക് എടുത്ത് നോക്കണം. അത് നോക്കുമ്പോ അത് കൊള്ളൂല്ലെങ്കിൽ അത് മാറ്റി വെക്കണം, കൊള്ളൂല്ലെങ്കിൽ അത് മാറ്റി വെക്കണം, അതാണ് ഉദ്ദേശിച്ചത്. ആ സാധനം എടുക്കരുത് നമ്മ. എടുത്ത് അത് ഈ വൈരുദ്ധ്യം വരുമ്പോ അത് എടുക്കരുത്. അതിനാടെ അത് ശബ്ദിക്കരുത്. അതിനാടെ മാറ്റി വെച്ചോളാം. വൈരുദ്ധ്യം യു ആർ ബ്രില്യന്റ്. എന്താണ് ഈ വൈരുദ്ധ്യം? അപ്പൊ ഖുറാനിൽ അപ്പൊ വൈരുദ്ധ്യം ഉണ്ടെന്നാണ് അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നത്? വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഞമ്മ അതിനെ തൊടണ്ട, ഞമ്മ അതിനെ മുണ്ടാണ്ടെന്നോളണം, മിണ്ടാതിരിക്കണം. എന്താണ് വൈരുദ്ധ്യം? എന്താ വൈരുദ്ധ്യം? അതിനെ പിടിച്ചിട്ട് ഞമ്മ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതിന്. എങ്ങനെ? അതിനെന്നെ ഞമ്മ കടിച്ചു പിടിച്ച് നിൽക്കുന്നതിന് നിൽക്കുന്നത്. ഏതിനെ? ഞമ്മ ഇപ്പൊ എന്തോ ഒരു ഇത് നിങ്ങ ഭാര്യനെ തല്ലാന് പറയുന്ന വചനം ഉദാഹരണം ചോദിച്ചോണ്ടല്ലേ ഞാനത് പറഞ്ഞത്. ഇനി മേലാൽ ഉദാഹരണം ചോദിക്കോ? ഉദാഹരണം ഇനി വേണോ ഉദാഹരണം? വേണോ? വേണോ ഉദാഹരണം നിങ്ങളെ പിന്നെ ഒരാളെ ഇതില് ബുദ്ധിരുത്തി കൊണ്ടിങ്ങനെ ഇതാക്കിയെങ്കിൽ ഉദാഹരണം കുറെ കിട്ടും. എങ്ങനെ 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 മനസ്സിലായില്ല. ഞമ്മ ഇപ്പൊ ഒന്നിനെ നിഷേധിച്ചിട്ട് പറയുമ്പോ ഇതിപ്പോ നിങ്ങൾ നിഷേധിച്ചല്ലോ, ഇത് എടുക്കാൻ കൊള്ളൂല എന്നല്ല നിങ്ങളും പറഞ്ഞേ. നമ്മളെ ബുദ്ധിക്ക് അത് അങ്ങനെ ആക്കിയിട്ട് അത് കിട്ടും. നിങ്ങളും പറഞ്ഞത് ഇത് എടുക്കാൻ കൊള്ളൂല എന്നല്ലേ? ഞാൻ മാത്രമാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലല്ലേ? അപ്പൊ നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, എനിക്കും ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് എന്നെക്കാൾ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു അത് തള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വലിയ ബുദ്ധിമാനായ ഒരു കോയല്ലേ? ബുദ്ധിയുള്ള ആളാണ്. അതെ, അപ്പൊ നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതേപോലെ തള്ളാൻ പറ്റിയ വേറെ സാധനങ്ങൾ വേണോ നമുക്ക്? ഉദാഹരണം? അതോ ഇതോടുകൂടി വയറ് നിറഞ്ഞോ? ഉദാഹരണം വേണമെന്നില്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇനിയും ഈ ഉദാഹരണം ചോദിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇനി ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിമർശന ബുദ്ധിയോട് കൂടി കാണുന്നതുകൊണ്ട് കണ്ടു എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പരാതിയായിട്ട് പറഞ്ഞേ? നിങ്ങളപ്പോ എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് ഇത് കാണാഞ്ഞത്? ഈ ഖുറാനിൽ ഇത് എഴുതി വെച്ചത് തെണ്ടിത്തരല്ലേ പൊന്നു സുഹൃത്തെ? ഒരു ദൈവത്തിന് പറയാൻ കൊള്ളുന്ന കാര്യമാണോ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞു, അത് ദൈവം അങ്ങനെ പറയില്ലെന്ന്. ദൈവം ഇനി അത് പറയരുത്. നിങ്ങൾ ഒരിക്കൽ സമ്മതിച്ചതാണ്, ഇത് ദൈവം പറഞ്ഞതാണ്, ഇത് ഖുറാനിലുള്ളതാണ്, നിങ്ങൾ സമ്മതിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് കൈ കടത്തൽ, എന്നെ പോലെ ആരോ പിടിച്ച് എഴുതി വെച്ചതാണ്, നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. ഏതാണ്? ഖുറാനിലപ്പോൾ കൈ കടത്തൽ ഉണ്ടായി എന്നാണോ നിങ്ങൾ പറയണത്? അപ്പൊ നിങ്ങൾ പറയുന്നത് മനുഷ്യരെങ്ങനെ ഉണ്ടായത്? മനുഷ്യനുണ്ടായത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം പറയും. ഇത് ആരെഴുതി വെച്ചതാണെന്ന് പറയും ആദ്യം. അത് ഇപ്പൊ സ്ത്രീ ഭാര്യനെ തല്ലുന്നതാ. ഇനി പോട്ടെ, ഇപ്പൊ ഈ ഞാൻ ഈ വായിച്ച ഖുറാനിലെ ഈ ആയത്ത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഖുറാനിലുണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ അതാരാ അവിടെ എഴുതി വെച്ചത്? ഞാനാണോ? അല്ല. അപ്പൊ അതെങ്ങനെയാ അവിടെ നിങ്ങളിപ്പോ വായിക്കുമ്പോ അതിന്റെ അർത്ഥം ഇതേ അർത്ഥം തന്നെയല്ലേ അവിടെ വരിക? അതെ. അപ്പൊ ആ അർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭാര്യയെ തല്ലാനല്ലേ? ഭാര്യ തല്ലാൻ അല്ലേ? ഇതവിടെ ദുർവ്യാഖ്യാനം. ഞാൻ പറഞ്ഞു ഇത് മായനയാണ്, ദുർവ്യാഖ്യാനമല്ല. അർത്ഥമാണ് ഞാൻ വായിച്ചത്. വ്യാഖ്യാനത്തിലേക്ക് പോയാൽ നിങ്ങൾ പെടും. അതിൽ പറഞ്ഞിരിക്കുന്നത് കെട്ടിയിട്ട് അടിക്കാനാ പറഞ്ഞിരിക്കണേ. വെറുതെ അതിലേക്കൊന്നും പോകണ്ട. അത് ഞാൻ അവിടെ എടുത്തിട്ടില്ല. അത് അറബികളെ കാലഘട്ടത്തിൽ അതാ പറയണത്, കെട്ടിയിട്ട് അടിക്കാനാണ് വ്യാഖ്യാനത്തിൽ പറയുക. അപ്പൊ നമ്മളിപ്പോ വ്യാഖ്യാനം എടുത്തില്ല, അടിക്കണം എന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോ കെട്ടിയിട്ട് അടിക്കണം കൂടി എടുക്കണോ? എടുക്കണം. നിങ്ങള് ചിരിപ്പിച്ചു കൊല്ലല്ലോ.
അപ്പോൾ ഏതായാലും വിളിച്ചാലും സന്തോഷം. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു കാര്യം ചെയ്യും. ഓട്ടോറിക്ഷ കുറേ നേരമായില്ലേ, ഇനിയിപ്പോൾ ഇതൊന്നും ആലോചിച്ച് ആകാശത്തേക്ക് നോക്കി വണ്ടി ഓടിക്കരുത്, നേരെ റോട്ടിലേക്ക് നോക്കി വണ്ടി ഓടിച്ച് വീട്ടിൽ പോവാം. ഞാൻ ഭയങ്കര ബുദ്ധി അധികമുള്ളവനാ. അപ്പോൾ അതാണ് നിങ്ങൾ ഏതായാലും വിളിച്ചത്. നല്ല കാര്യം, സന്തോഷം വിളിച്ചാൽ. നിങ്ങൾ വൈകിട്ട് വിളിച്ചപ്പോൾ ഞാൻ തിരക്കിലായിരുന്നു. നമ്മൾ ഈ വിളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാം, നമ്മൾ സമയം കളയരുതെന്നാണ് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞത് വിളിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾ വിളിച്ചതിൻ്റെ കാരണമാണ് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വിളിച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുന്നില്ല, നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോൾ വിളിച്ചത് നിങ്ങൾ പറയണ്ടേ? ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ ഇനി കുരു പൊട്ടിയിട്ടാണോ വിളിച്ചത്? അങ്ങനെയാണെങ്കിൽ പിന്നെ വിളിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഏതായാലും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ശരി, അത് തമാശക്ക്, ഞാനത് തമാശക്ക് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുന്ന പരിഭാഷ എടുത്തിട്ട് അതിനകത്ത് വായിക്കുക ഈ സാധനം 4:34, അതാണ് ആയത്ത് നമ്പർ. ഓക്കെ, സൂറത്തിന്റെ നമ്പർ 4, ആയത്തിന്റെ നമ്പർ 34. അതിന്റെ അർത്ഥം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുണ്ടോന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക. ഇതേപോലത്തെ വേറെന്തെല്ലാം തെണ്ടിത്തരങ്ങളാണ് ഇനി ഇതിനകത്തുള്ളതെന്നുള്ളത് നിങ്ങൾ വീണ്ടും ചൂഴ്ന്ന് അന്വേഷിക്കുക. ഇവിടെ ജബ്ബാർ മാഷ് ഒരു ഖുർആൻ ക്ലാസ് തന്നെ നടത്തുന്ന വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് പോയിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയും കൂടിയും വൃത്തിയായിട്ട് മനസ്സിലാവും. ജബ്ബാർ മാഷ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു സാധനം എടുക്കണ്ട. മാഷ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പരിഭാഷയെ എടുത്ത് വെച്ച് ഒത്തു നോക്കുക. അതെങ്കിലും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമ്മളൊരു കാര്യം വെറുതെ എയറിൽ നിർത്തിയിട്ട് ഒരു കാര്യം പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് നമുക്കൊരു ഇത് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ ആവശ്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ അടിക്കുന്നില്ല, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, യു ആർ എ ബ്രില്യൻ കോയ. നിങ്ങൾ ചെയ്യരുത്, അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഓക്കെ, സോ യു ആർ എ ബ്രില്യൻ കോയ. ഓക്കെ, അത് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യില്ല. ബുദ്ധിയുള്ള ആളുകൾ ചെയ്യില്ല, ബുദ്ധിയുള്ള ആളുകൾ ഇതിനെ തള്ളും. പക്ഷെ നിങ്ങൾ തള്ളുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളിത് നിങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഈ തള്ളുന്ന് പറഞ്ഞ ആള് അള്ളാഹു പറഞ്ഞ കിതാബിൽ അത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശങ്കിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണെന്നേ അതായി പറഞ്ഞത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നിയമത്തിലൊരു ഇന്ത്യൻ നിയമത്തിൽ നമുക്ക് പറ്റാത്ത ദൈവമൊന്നുമില്ല. എന്റെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇന്ത്യൻ കേൾക്കൂ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ കൈ വെച്ചാൽ മതി. അത് നമ്മളിവിടെ എടുക്കില്ല. നിങ്ങൾ വെറുതെ ഉള്ള വില കളയണ്ട. ഓക്കെ, ദൈവമൊന്നുമില്ല. അതൊക്കെ അത് നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ വിഷയം ഇസ്ലാമിന്റെ പ്രശ്നമാണ്. അത് നമ്മളിവിടെ ചർച്ച ചെയ്തു നിർത്തി. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ വിഷയമല്ല, അത് വേറെ വിഷയമാണ്. അപ്പൊ തൽക്കാലം ഇവിടെ നമ്മൾ നിർത്തുന്നു. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതുപോലെയുള്ള തെണ്ടിത്തരം ഇനി വേറെ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് സ്വയം കണ്ടെത്തുക, മനസ്സിലാക്കുക. ഖുർആനിൽ ഒരു നല്ല കാര്യമുണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഖുർആനിൽ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിലല്ലേ അതിനൊരു വലിയ എന്തെങ്കിലും ഒരു ഗുണമായിട്ട് നമുക്ക് പറയേണ്ടുള്ളൂ. ഖുർആനിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നന്മയും കാണാൻ കഴിയില്ല. എന്നാൽ ഖുർആനിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് തിന്മ കാണാൻ കഴിയും. അതാണ് ഖുർആനെ പ്രശ്നമാക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? നന്മ ഖുർആനിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന്. ഖുർആനിൽ എവിടെയാ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്? വെറുതെ അതൊന്നും പറഞ്ഞേക്കരുത്. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കരുത്, നിങ്ങൾ കള്ളു കുടിച്ചിട്ട് മറ്റേ യുദ്ധത്തിന് പോകരുത്. ഇതേ ഇസ്ലാമിൽ പറഞ്ഞിട്ട്. പിന്നെ കള്ളുകൂടി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വല്ലാതെ പറയാറില്ല. തൽക്കാലം നിങ്ങൾ പറയുന്നത് ഞാനും അങ്ങ് അംഗീകരിക്കുകയാണ് ഹറാമാണെന്നുള്ളത്. ഖുർആനിൽ അങ്ങനെ ഹറാമാണെന്ന് പറയും. മുഹമ്മദ് നബി വരെ കള്ളു കുടിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. കള്ള് ഹറാമ് എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ഡിബേറ്റഡ് ആണ് എൻ്റെ പൊന്ന് സുഹൃത്തെ. അതുമേലേക്ക് നമ്മൾ കിടക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിക്കാൻ പാടില്ലാത്ത സാധനമായതുകൊണ്ട് ഞാനത് വെറുതെ വിടുന്നു. നിങ്ങളൊരു നുണ പറഞ്ഞിട്ടാണെങ്കിലും കള്ളു കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. നല്ല കാര്യങ്ങൾ എടുക്കാലോ. നല്ല കാര്യമല്ല ഇതുപോലെ ഭാര്യയെ തല്ലാൻ പറയുന്ന പോലെയുള്ള പോക്കിരിത്തരൊന്നും നമുക്ക് അവിടെ കണ്ടു നിൽക്കാൻ കഴിയില്ല. നല്ല കാര്യം എടുക്കാലോ. നല്ല കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഞാനതാ പറഞ്ഞത്, ഖുർആനിൽ മാത്രമായിട്ടൊരു നന്മയും ഇല്ല. ഖുർആനിൽ പറയുന്ന ഇപ്പോ നിങ്ങൾ പറയും ഖുർആനിൽ മാത്രമായിട്ട് കാണുന്ന ഒരു നന്മ നിങ്ങൾ പറഞ്ഞ് ഒരെണ്ണം. മരണശേഷമുള്ള ജീവിതം എന്താ ഇത്ര നന്മ? മരണശേഷമുള്ള ജീവിതം സ്വർഗത്തിൽ ഹിന്ദുക്കൾ എത്തുമോ? സ്വർഗത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമുണ്ടോ? സ്വർഗത്തിൽ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഹിന്ദു എന്ന് പറഞ്ഞാല് ഉണ്ടോ ഇല്ലേ?
ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്ത്? ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടോ ഇല്ലേ? ഹിന്ദുക്കൾക്ക് പ്രവേശനം ഉണ്ടാകാം, ഉണ്ടാകില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്വർഗത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല അത്. ഞാൻ വീണ്ടും അതിനിപ്പോ ഉസ്താദ് പറയുന്നത് ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. വയലിൽ പറയുന്ന ഉസ്താദ് പറയുന്നത്, ഉസ്താദ് എന്താ ആകാശത്ത് നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്? അവര് ഖുറാനിലുള്ള കാര്യമല്ലേ പറയണത്? എടുക്കൂലേ? ഖുറാനിൽ ചില ആൾക്കാർ വെറുതെ ഇങ്ങനെ തട്ടിവിടുന്നത്. അങ്ങനെ വെറുതെ തട്ടിവിടുന്ന ഉസ്താദിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ ഒന്ന് കാണാലോ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തട്ടിവിട്ടാൽ മതിയോ? ഏതെങ്കിലും ഉസ്താദ് ഇങ്ങനെ വെറുതെ പറഞ്ഞു എന്ന് നിങ്ങളൊരു ഉസ്താദിന്റെ പേര് പറയും, വെറുതെ തട്ടിവിട്ട ഒരു ഉസ്താദിന്റെ പേര് പറഞ്ഞാട്ടെ. മദ്രസിൽ പഠിപ്പിക്കുമ്പോ ഹിന്ദുക്കൾ നരകത്തിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതന്നെ നമ്മളും പറഞ്ഞുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് ഇസ്ലാമിലുള്ളത്. അതായത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എവിടുന്നാണ്? ഞാൻ ഇപ്പൊ വലുതാകുമ്പോ എന്താ മതം മാറും? മതം മാറുവോ നിങ്ങൾ വലുതാവുമ്പോ? മതം മാറില്ല, പക്ഷെ ഹിന്ദുക്കളെ ഇത് നരകത്തിലിടൂല. മനസ്സിലായില്ല. ഹിന്ദുക്കളെ നരകത്തിലിടൂല. ഹിന്ദുക്കളെ നരകത്തിലാണ് ഇടുക. നിങ്ങൾക്ക് ആഴക്കടൽ ആയത്ത് എന്താണെന്നറിയോ? ആഴക്കടൽ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഴക്കടല ആഴക്കടൽ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കടല് ആഴക്കടല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഴക്കടൽ കടല് കേട്ടിട്ടുണ്ട്. ആഴക്കടൽ കേട്ടിട്ടില്ലേ? ആഴക്കടൽ കടലിന്റെ അടിത്തട്ട്. അത് കടലിന്റെ അടിത്തട്ട്. ആഴക്കടൽ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഴക്കടൽ ആയത്ത് ഖുറാൻ ആയത്ത? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല. അത് ശരി. അപ്പോൾ അതിലെന്താ പറയുന്നത്? അതായത് അവിശ്വാസികളുടെ നന്മകൾ അതിനെ ഉപമിക്കുകയാണ്. ഓക്കെ, ഞാൻ വേണേ വായിച്ചു തരാം. അവിശ്വസിച്ചവരാകട്ടെ, അതായത് 24:39 നോട്ട് ചെയ്ത് വെച്ചോ, വീട്ടിൽ പോയിട്ട് ഇതൊക്കെ കാണാൻ വായിക്കുക. ഓക്കെ, 24 സൂറത്ത് നൂറിലെ 39ാമത്തെ ആയത്താണ് ഞാൻ വായിക്കണത്. അതിന്റെ അർത്ഥമാണ് വായിക്കുന്നത്, അതിന്റെ മാനയാണ് വായിക്കുന്നത്, അതിന്റെ വിശദീകരണമല്ല. ഓക്കെ, അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. എന്തുകൊണ്ടാണ് മരീചിക? അത് അവിശ്വസിച്ചവരല്ലേ? അവിശ്വസിച്ചവരല്ലേ? അവിശ്വസിച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞെങ്കിൽ ഹിന്ദുക്കൾ അവിശ്വസിച്ചവരാണോ വിശ്വസിച്ചവരാണോ? ഹിന്ദുക്കളെ വിശ്വസിച്ചവരാണ്. എന്തിൽ വിശ്വസിക്കുന്നു? അതല്ലല്ലോ ഇവിടെ പറഞ്ഞ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും റസൂലിലും വിശ്വസിച്ചോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അള്ളാഹു എന്ന് പറയുന്നത് ദൈവമല്ലേ? അല്ല. ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ദൈവത്തിനല്ലേ? അല്ല. പിന്നെ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് അവരുടെ ദൈവത്തെയാണ്. അവർക്ക് ദൈവം കുറെ ഇല്ലല്ലോ. കുറെ ഉണ്ടല്ലോ. കുറെ ദൈവം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുറാനി പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ. അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാല് സൃഷ്ടിക്കുന്നവരിൽ നല്ലവനും. സൃഷ്ടിക്കുന്നവരിൽ നല്ലവനും എന്ന് വെച്ചാൽ അല്ല, സൃഷ്ടിപ്പില് നല്ലവനും എന്ന് വെച്ചാൽ എന്താണ്? അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞ എന്താണ്? അത് സൃഷ്ടിക്കുന്ന ഒരു കാര്യം നിർമ്മിക്കുന്നു, അതിന് നല്ലവനും. ഒരു കാര്യം നമ്മളിപ്പോ ബിൽഡിങ് കെട്ടുന്നു, ആ ബിൽഡിങ് കെട്ടിക്കുമ്പോ ബിൽഡിങ് കെട്ടുമ്പോ നമ്മൾ അതിനെ സൃഷ്ടിക്കാന്നാണോ പറയാ, അതിനെ നിർമ്മിക്കാന്നാണോ പറയാറ്? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഖാലിഖിനെ കുറിച്ചാണ്, നിർമ്മാണത്തെ കുറിച്ചല്ല, സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പറയൂ, എന്താണ് ഖാലിഖീൻ? അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞ എന്താണ്? സൃഷ്ടിക്കുന്നവരിൽ നല്ലവനാ. സൃഷ്ടിക്കുന്നവരിൽ നല്ലവനാ. സൃഷ്ടികർത്താക്കളിൽ. അപ്പൊ എത്ര സൃഷ്ടികർത്താക്കളുണ്ട്? അത് നോക്കട്ടെ. ഇപ്പൊ അള്ളാഹു പറയുന്നത് പിന്നെ അപ്പൊ പടച്ചോൻ പറയുന്നത് നോക്കണ്ടെന്നാണോ നിങ്ങൾ പറയണത്? അങ്ങനല്ല, അങ്ങനെ നോക്കണ്ടെന്നല്ല. പിന്നെ അപ്പൊ നിങ്ങൾ പറയ്, അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം? പടച്ചോൻ ഏകൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പറയൂ. അഹ്സനുൽ ഖാലിഖീൻ അർത്ഥം എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് മറന്നു. ഇത്ര പെട്ടെന്ന് മറന്നോ? നിങ്ങൾ പറഞ്ഞ എനിക്ക് ഓർമ്മ അത്ര നിൽക്കില്ല. അത്ര നിൽക്കണില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തന്നെ കുഴപ്പമാണ്. കഞ്ഞോളം കുടിച്ചില്ലേ ഇന്ന്? അല്ല, നിങ്ങൾ കഞ്ഞാളെല്ലാം കുടിച്ചില്ല, അത് അങ്ങനത്തെ ഉണ്ടാവുന്ന വിചാരിക്കട്ടെ. പിന്നെ എന്നാ പറയ്, അഹ്സനുൽ ഖാലിഖീൻ സൃഷ്ടികർത്താക്കൾ എന്ന് പറയുമ്പോ എത്ര സൃഷ്ടികർത്താക്കളുണ്ട്? ഒന്നെ. ഒന്നാണോ?
എത്ര സൃഷ്ടികർത്താവ് ഒന്നാണെന്ന് നീ കർത്താക്കൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ കർത്താക്കളിലോ അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ദൈവം ഒന്ന് പറഞ്ഞിട്ടായിട്ട് പിന്നെ അതിലെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എത്ര പ്രധാനമന്ത്രിമാരുണ്ട് അവിടെ? അതിന് സൃഷ്ടി കർത്താവ് വേറെ ഇല്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുറാനി പറഞ്ഞാണ്. നിങ്ങൾ പറയണ ഒന്നേ ഉള്ളൂ, അള്ളാഹു പറയണ കുറെ ഉണ്ടെന്ന്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ. ശരിയാവല ഖുറാനെ പിടിച്ചിട്ട് വഴി തെറ്റിയെങ്കിൽ ശരിയാവല. ഇത് ഖുറാനിൽ എഴുതി വെച്ച കാര്യം പറയണത്. ഖുറാനെ പിടിച്ചിട്ട് വഴി തെറ്റിയെങ്കിൽ ശരിയാവല. ഇത് ഇബ്ലീസ് എന്ന് പറയുന്ന എല്ലാ അറിവുണ്ട്. ആള് വഴി തെറ്റിപ്പോയി. ആരാ വഴി തെറ്റിച്ചത് ഇബ്ലീസിനെ? ആള് വഴി തെറ്റിപ്പോയി. ആരാ വഴി തെറ്റിച്ചത് ഇബ്ലീസിനെ? അറിവുണ്ട്. ആരാ ഇബ്ലീസിനെ വഴി തെറ്റിച്ചെന്ന് പറയൂ. അവന്റെ അഹങ്കാരം. എങ്ങനെയാണ് ഇബ്ലീസ് വഴി തെറ്റിച്ചത്? അള്ളാഹു അറിഞ്ഞിട്ടാണോ ഇബ്ലീസ് വഴി തെറ്റിയത്? അപ്പൊ ഈ കഥയല്ല നിങ്ങൾ ഇപ്പോഴും വിളിച്ച് പറയുന്നില്ല. നിങ്ങൾ പറയൂ, ഇബ്ലീസ് വഴി തെറ്റിയത് ഒറ്റയ്ക്കാണോ അതോ അള്ളാഹു തെറ്റിച്ചതാണോ? അത് ഒറ്റയ്ക്ക് തന്നെ തെറ്റിയ അഹങ്കാരം കാരണം. അപ്പൊ അള്ളാഹുവിന് വഴി തെറ്റിക്കാൻ പറ്റിയില്ലേ? അള്ളാഹു അറിയാതെയാണോ ഇബ്ലീസ് വഴി തെറ്റിയത്? അള്ളാഹു അറിയാണ്ടതല്ല, അറിയും. അപ്പൊ അള്ളാഹു അല്ലേ ഇബ്ലീസിനെ വഴി തെറ്റിച്ചത്, പരീക്ഷിച്ചത്? പരീക്ഷ നമുക്ക് ഇപ്പോ ഇവിടെ സ്കൂളിൽ പരീക്ഷ തരുന്നില്ലേ? ഇബ്ലീസിനെ ആരാ വഴി തെറ്റിച്ചെന്ന് പറയും. നമുക്ക് സ്കൂളിൽ പരീക്ഷ തരുന്നു. പരീക്ഷ തരുന്നു, സമ്മതിച്ചു. പരീക്ഷയിൽ ആരാ തോപ്പിക്കുന്നത്? ആരാണ് തോപ്പിക്കുന്നത്? ചില മാഷന്മാർക്ക് നേരത്തെ അറിയൂ. എന്തെങ്കിലും പരീക്ഷ കൊടുക്കുന്നില്ലേ? എങ്ങനെ അറിയും? മാഷന്മാർക്ക് എന്താ അറിയും? ചില മാഷന്മാർക്ക് അവൻ ഇത്ര പഠിക്കുന്നു, ചിലപ്പോ ഫൈലാവും എന്നുള്ള കാര്യം മാഷന്മാർക്ക് അറിയില്ല. നിങ്ങൾ 10ാം ക്ലാസ് എഴുതിയല്ലേ? 10ാം ക്ലാസ് എഴുതി. 10ാം ക്ലാസ് നിങ്ങളുടെ SSLC പരീക്ഷയുടെ പേപ്പർ കറക്റ്റ് ചെയ്തത് നിങ്ങളുടെ സ്കൂളിലെ സ്വന്തം മാഷായിരുന്നോ? SSLC പരീക്ഷയുടെ ബോർഡ് എക്സാമിന് അല്ല. ആ മാഷക്ക് അറിയായിരുന്നോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, സോറി, ഈ ഉത്തര പേപ്പർ ആരുടെയാണ് എന്ന് അറിഞ്ഞോ? അത് ആ പരീക്ഷകൾ എടുക്കൂല. അത് വേറെ ആളല്ലോ. അതന്നെ ഞാനും ചോദിക്കുന്നത്. അറിയാലോ. അപ്പൊ അറിയാത്ത ആളല്ലേ അവിടെ നോക്കിയത്? അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് പരിപാടി കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചത് അതാണ്, അള്ളാഹു അല്ലേ അപ്പൊ ഇബ്ലീസിനെ വഴി തെറ്റിച്ചത്? ഇബ്ലീസിനെ ആരാ വഴി തെറ്റിച്ചത്? അഹങ്കാരം മൂലം. അള്ളാഹു അറിയാതെയാണോ ഇബ്ലീസ് വഴി തെറ്റിയത്? അള്ളാഹു അറിയാതെയല്ല, അറിവുണ്ട്. അപ്പൊ അള്ളാഹു അല്ലേ വഴി തെറ്റിച്ചത്? അത് അറിവല്ലേ? ഇബ്ലീസ് വഴി തെറ്റുമെന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നോ? ഇല്ലേ? ചെയ്തതല്ലേ, അത് അറിവാണ്. ഇബ്ലീസ് വഴി തെറ്റും എന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നോ? ഇല്ലേ? അതിപ്പോ അള്ളാഹു അറിയാത്തൊരു കാര്യമില്ലല്ലോ. അപ്പോ അതായത് അപ്പൊ അള്ളാഹുവിന് അറിയാമായിരുന്നു ഇബ്ലീസ് വഴി തെറ്റുമെന്നും. ആ വഴി തെറ്റിച്ചത് ആരാണ്? അപ്പോ വഴി തെറ്റിച്ചത് അവന്റെ അഹങ്കാരാണ്. അപ്പൊ അള്ളാഹു അറിയാതെയാണോ? അള്ളാഹു അറിവും ഒരു കാര്യം ചെയ്യുന്നതും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബ്ലീസിന് അഹങ്കാരം ആരാ കൊടുത്തത്? അവന് തെരഞ്ഞെടുത്തത്. അതെ, ആ തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധി ആരാ ഇബ്ലീസിന് കൊടുത്തത്? ആ ബുദ്ധി കൊടുത്തത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു കൊടുത്ത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത അവസരത്തിൽ അതിന് അഹങ്കാരം കാണിച്ച് എന്നിട്ട് വഴി തെറ്റി എന്ന് പറയുമ്പോൾ അത് അള്ളാഹു തന്നെയല്ലേ വഴി തെറ്റിച്ചത്? അപ്പൊ അള്ളാഹുവിന് ഇബ്ലീസിനെ വഴി തെറ്റിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ബുദ്ധി കൊടുക്കാതിരുന്നാ പോരായിരുന്നോ? അത് നല്ലത് തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയില്ലേ? അപ്പൊ ആ ബുദ്ധി കൊടുത്തത് ആരാണ്? ആ ബുദ്ധി കൊടുത്തത് കൊടുക്കാതിരുന്നത് ആരാണ്? നല്ലത് തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിച്ചു പോവാണ്. ഓക്കെ, നിങ്ങളൊരു T ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അള്ളാഹുവിനെ അറിയാം നിങ്ങൾ വലത്തോട്ട് തിരിയുമെന്ന്. നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? അള്ളാഹുവിന് വലത്തോട്ട് തിരിയുമെന്ന് അറിയും. നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? അഹങ്കാരം കൊണ്ടാ? നിങ്ങൾ ഇബ്ലീസാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ അപ്പൊ പടച്ചോൻ വിചാരിച്ചിരിക്കുന്നത് വലത്തോട്ട് തിരിയുന്നു, നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം കൂടെ ഇടത്തോട്ട് തിരിയുന്നു. അങ്ങനെ പറ്റുന്നാണ് പറയുന്നത്. അപ്പൊ പടച്ചോൻ അവിടെ എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നത് അപ്പൊ പാളിപ്പോയില്ലേ? അള്ളാഹുവിന് നിങ്ങൾ ഇടത്തോട്ട് തിരിയും, അതാ പറയണ. അള്ളാഹുവിന് അപ്പൊ നിങ്ങൾ ഇടത്തോട്ടാണ് തിരിയാന്ന് അറിയില്ല എന്നല്ലേ വരുന്നത്? അള്ളാഹുവിനപ്പൊ ഇടത്തോട്ട് നിങ്ങൾ തിരിയുമെന്ന് അറിയില്ല എന്നല്ലേ അവിടെ വന്നത്? അള്ളാഹുവിന് അറിയുന്നത് നിങ്ങൾ വലത്തോട്ട് തിരിയുമെന്നാണ്. വലത്തോട്ട് തിരിയുന്ന അറിയാം. അപ്പൊ ഞാൻ ഇടത്തോട്ട് തിരിയില്ലല്ലോ, വലത്തോട്ടല്ലേ തിരിയും. അപ്പൊ നിങ്ങളെ ആരാണ് വലത്തോട്ട് തിരിച്ചത്? വലത്തോട്ട് തിരിച്ചതാ. അത് നമ്മുടെ കർമ്മം.
നിങ്ങളുടെ ധർമ്മം. അപ്പൊ ആ ധർമ്മം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇടത്തോട്ട് തിരിയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കണേ. ധർമ്മം ഉപയോഗിക്കാം. ആ, അത് ആടെ ടി ജംഗ്ഷനിൽ നിൽക്കുന്നത്. വലത് പോയാൽ ധർമ്മം, ഇടത് പോയാൽ അധർമ്മം. ആ അല്ല, വലത്ത് പോയ അധർമ്മം, ഇടത് പോയ ധർമ്മം. വലുത് പോയാൽ അധർമ്മം, അധർമ്മം. ഇടത്തോട്ട് പോയാൽ ധർമ്മം. ധർമ്മം. പക്ഷെ അള്ളാഹുവിന് അറിയാം നിങ്ങൾ അധർമ്മമാണ് പ്രവർത്തിക്കാൻ പോണേന്നുള്ളത്. പ്രവർത്തിക്കാൻ പോകുന്നത് അധർമ്മമാണെന്ന് അള്ളാഹുവിന് അറിയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ധർമ്മത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇടത്തോട്ട് തിരിയാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നരകം, നിങ്ങൾക്ക് വേണ്ടി അവിടെ ഇടത്തോട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന് 40 ദിവസം മുന്നേ, അല്ല 40 മാസം മുന്നേ തന്നെ നിങ്ങളുടെ തലച്ചോറിൽ അവിടെ വന്നിട്ട്, തലച്ചോറിലല്ലോ നിങ്ങളുടെ അവിടെ കിതാബിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി നരകം വരെ സൃഷ്ടിച്ച് അവിടെ വിറകിട്ട് പുകച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ മാങ്ങ പറിക്കാനോ? നമ്മൾക്ക് വേണ്ടിട്ടാ. ആ, നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ആരൊക്കെ നരകത്തിൽ പോവും, ആരൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പടച്ചോൻ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടോന്നിട്ടെങ്കിൽ അത് അറിവല്ലേ? അത് എഴുതി വെച്ചാൽ അവിടെ നരകം ഉണ്ടാക്കിയിട്ട് വിറകും കൂട്ടി ഇരിക്കുകയല്ലേ, തീയും ഉണ്ടാക്കിയിട്ട്. അതൊക്കെ നമ്മളെ ഒരു ബുദ്ധി ആലോചിക്കുമ്പോ അത് ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? നിങ്ങൾ പറഞ്ഞു തരൂ. എല്ലാ കാര്യവും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ഉദാഹരണമൊന്നുമല്ല പറഞ്ഞത്, ഇസ്ലാമിലെ അങ്ങനെയൊന്നുമല്ല. ഇത് ഇസ്ലാമിലെ ഒരു അധ്യാപനമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ സ്വർഗത്തിലാണ്. അതല്ല, അറിവല്ല പറയുന്നത്. ഒരാൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ അയാൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എത്തുക എന്ന് അവിടെ നിശ്ചയിക്കപ്പെടുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ നേർമാർഗത്തിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ അവൻ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങളൊരു ടി ജംഗ്ഷനിലേക്ക് എത്തുന്നു. അപ്പൊ ആ ടി ജംഗ്ഷനിൽ വലത്തോട്ട് തിരിഞ്ഞാൽ മക്കയിലേക്കുള്ള വഴിയും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഷക്കീലയുടെ പടവും. നിങ്ങൾ അള്ളാഹുവിന് അറിയാം നിങ്ങൾക്ക് നരകമാണ്, അപ്പോൾ അവിടെ ഇടത്തോട്ട് ഷക്കീലയുടെ പടം കാണാനാണ് നിങ്ങൾ തിരിയുക എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ ശിക്ഷ അവിടെ റെഡിയാണ്, നരകം അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വലത്തോട്ട് തിരിഞ്ഞ് മറ്റേ മക്കയിലേക്കുള്ള ഓട്ടോ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമില്ലേ? ഓട്ടോ പിടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അപ്പൊ പടച്ചോൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ നരകം ഉണ്ടാക്കി വെച്ചത്? നമുക്ക് വേണ്ടി നരകം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പൊ ആ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് അടുത്തോട്ട് ഷക്കീല പടത്തിലേക്ക് തിരിഞ്ഞ ആൾക്കുള്ളതല്ലേ. അത് നിങ്ങൾ അങ്ങോട്ട് തിരിയും, നിങ്ങൾ ഷക്കീലയുടെ പടം കാണുമെന്നും അതിനുശേഷം ചില കൈക്രിയകൾ ചെയ്യുമെന്ന് വരെ പടച്ചോനോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴാണോ? ഞാൻ തിരിയില്ലല്ലോ. നിങ്ങൾ തിരിയുമെന്നും അവിടെ ചില പോക്കിരിത്തരങ്ങളൊക്കെ ഒപ്പിക്കുമെന്നും വരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയും. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ഇത് പടച്ചോൻ എഴുതി വെച്ച സാധനമാണ്. പടച്ചോൻ എഴുതി വെച്ചതിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂല്ലേ? വേഗം പറയും. നീ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് ടി ജംഗ്ഷനിലേക്ക് എത്തി. പടച്ചോൻ എനിക്ക് എഴുതി വെച്ചിന് നിങ്ങൾ പറഞ്ഞ് ഞാന് പോകും. പക്ഷെ ഞാൻ ഈ നേരായ വർഗത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അവിടെ നരകം ഉണ്ടാക്കി വെച്ച പടച്ചോൻ എന്താ അവിടെ വെറുതെ മറ്റേ മാങ്ങ പറിക്കാൻ ഇരിക്കുകയാണോ? ഞാൻ നേരായ മാർഗം തെരഞ്ഞെടുത്തില്ലേ? അപ്പൊ പിന്നെ എന്തിനാണ് പടച്ചോൻ അവിടെ എഴുതി വെച്ചത്? ഇന്ന ആള്, എന്താ നിങ്ങളെ പേര് പറഞ്ഞ? നൗഷാദ് ഷക്കീല പടം കാണുന്നവനാണ്, അവനെ ഞാനൊരു ഷക്കീല പടം കാണുന്നവനാക്കി മാറ്റും, എന്നിട്ട് അവനെ ഞാൻ ഇട്ട് പൊരിക്കും എന്ന് അവിടെ കിതാബിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തെരഞ്ഞെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ അള്ളാഹു എല്ലാം അറിയുന്നവൻ, എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കുന്നവൻ എന്നല്ലേ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വിശേഷിപ്പിക്കാറ്? നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അള്ളാഹു മുൻകൂട്ടി നിശ്ചയിക്കുന്നവനല്ലേ? നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അള്ളാഹു അറിയാതെ ഇവിടെ ഒരു ഇല അനങ്ങുമോ? അറിയാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നവനെയാണ് നരകത്തിലേക്ക് കൊണ്ടിടുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെയാണ് സ്വർഗത്തിൽ കൊണ്ടെത്തുന്നത്. ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് വ്യാഖ്യാനമൊന്നുമല്ല, ഇത് ഖുറാനിലെ ആയത്താണ്. അത് ഖുറാനിലെ ആയത്താണ്. വേണോ മായന വായിക്കണോ? നമ്മളെ ബുദ്ധി വായിക്കണോ? അതെ, വായിച്ചാ പെടുവോ? നമ്മളെ ഇപ്പൊ നമ്മളെ സംസാരിക്കുന്ന ബുദ്ധിയില്ലേ? അപ്പൊ നിങ്ങൾ പറയൂ, പടച്ചോന്റെ അറിവ് പ്രകാരം, പടച്ചോൻ എഴുതി വെച്ചത് പ്രകാരം, നിങ്ങളുടെ മേത്ത് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടത് പ്രകാരം നിങ്ങൾ നരകത്തിലാണ്.
അങ്ങനെയുള്ള നിങ്ങൾ ഒരു ടി ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞാൽ ഷക്കീല പടവും വലത്തോട്ട് തിരിഞ്ഞാൽ ശരി ഒക്കെ ശരി ശരി. പക്ഷെ പടച്ചോൻ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് പടച്ചോൻ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ ഇടത്തോട്ട് പോയിട്ട് ഷക്കീല പടം കാണുമെന്നാണ് നിശ്ചയിച്ചത്. അതിനെ നിങ്ങൾക്ക് ഗണ്ണിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ അത് അങ്ങനെ പോകുന്നുള്ള അറിവ്. അപ്പൊ ഷക്കീല പടം കാണൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങൾ അവിടെ ഷക്കീല പടം കാണുമെന്ന് പടച്ചോൻ അവിടെ നിശ്ചയിച്ചത് അപ്പൊ വെറുതെ ആണോ? ഉദാഹരണത്തിന് ഷക്കീല പടം കാണുമെന്ന് അവിടെ നിശ്ചയിച്ച് അവിടെ എഴുതി വെച്ചത് വെറുതെ ആണോ? അള്ളാഹുവിനെ വിശ്വസിക്കുകയും നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയൂ. ഷക്കീല പടം കാണുമെന്ന് അള്ളാഹു എഴുതി വെച്ചത് വെറുതെ ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എഴുതി വെച്ചു, അത് ഒരു അറിവിനെ എഴുതി വെച്ചതല്ലേ? അപ്പൊ വെറുതെ അള്ളാഹു ഇങ്ങനെ ചുമ്മാ എഴുതി കൂട്ടിയതാണ്? അത് അറിവിനെ അള്ളാഹു ചുമ്മാ എഴുതി വെച്ചതാണ്. കഴിഞ്ഞിട്ടില്ലല്ലോ സംഭവം. നമ്മളുടെ മരണം കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നിശ്ചയിച്ചത് നിങ്ങൾ ഷക്കീല പടം കാണുമെന്നും, എന്നാൽ നൗഷാദ് പറയുന്നു അള്ളാഹു നിശ്ചയിച്ചിട്ടും കാര്യമില്ല, ഞാൻ കാണൂല എന്ന്. അതാണ് നൗഷാദ് പറയണത്. അള്ളാഹു ഉദ്ദേശിച്ചാല് ഞാൻ കാണൂല. അള്ളാഹു അതെങ്ങനെ? അള്ളാഹു ഉദ്ദേശിച്ചാലും നൗഷാദ് കാണൂല. അള്ളാഹു ഉദ്ദേശിച്ചാലും നൗഷാദ് കാണൂല. നൗഷാദ് അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. നൗഷാദ് എന്നെ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു ഇപ്പൊ അവിടെ ഇരുന്ന് പറയണത്. ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പ്രകാരം നൗഷാദ് തെരഞ്ഞെടുക്കുക ഷക്കീല പടമാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് മേലെ അവിടെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. അതേ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ഇസ്ലാമിലെ അധ്യാപനാണ് ഈ പറയുന്നത്. വിധി വിലക്ക് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്താ കാണിക്കാന്നോ? നിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതറിയോ? സ്വർഗത്തിലാണോ നരകത്തിലാണോ? ആ, നേരായ മാർഗത്തിൽ ഒരു കാര്യമില്ല. നിങ്ങൾ അങ്ങനെയൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ തീരുമാനിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചത്, അത് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്കത് അറിയില്ലേ? നിങ്ങൾക്കത് അറിയുമോ ഇല്ലേ? നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ നരകവും സ്വർഗവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ ഇല്ലേ? എന്റെ നരക സ്വർഗവും നിശ്ചയിച്ചെന്ന് അറിയില്ലേ? ആ, ഓരോ മനുഷ്യന്മാരുടെയും മനുഷ്യന്മാര് ചോദിക്കുന്ന പോലെ പിന്നീട് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും പല സാധനങ്ങളെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ വലിയൊരു ശതമാനം ആളുകളെയും നരകത്തിലേക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണ് അവിടെ എത്തുക എന്ന് വരെ നിശ്ചയിച്ചിട്ടുണ്ട്. താൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുമെന്നും താൻ ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗികളാക്കുമെന്നും കൂടി പടച്ചവൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതറിയൂ? താൻ ഉദ്ദേശിച്ചതിൽ അത് തെരഞ്ഞെടുത്ത വഴി താൻ ഉദ്ദേശിച്ചവനെ ദുർമാർഗത്തിലേക്കും താൻ ഉദ്ദേശിച്ചവനെ നേർമാർഗത്തിലേക്കും നയിക്കും എന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹു ഇപ്പൊ ഞാൻ നേർമാർഗത്തിൽ പോയി, നിങ്ങൾ നേർമാർഗത്തിൽ ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അള്ളാഹു എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളതാണ് വിഷയം. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഷക്കീല പടം കാണുമെന്നാണ്. അപ്പൊ ഞാൻ നേരായ മാർഗത്തിൽ പോയത് ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് നരകത്തിൽ കിടക്കും. നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എന്തൊരു ബുദ്ധി ഇത്! ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ പൊള്ളത്തരം പറയുന്നത്. പഠിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഖുർആനെ തള്ളുകയാണ്. വിധി വിലക്കിനെ നിങ്ങൾ ചോദ്യം ചെയ്യാണ്. വിധി വിലക്കിനെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ വിധി വിലക്ക് എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ പുച്ഛിക്കുകയാണ്. വളരെ മോശം. നിങ്ങൾ എന്തൊട്ട് പോയാണ്? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാകും. അപ്പൊ നേരെ മാർഗത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നവനെ നരകത്തിലേക്കും ഞാൻ ഉദ്ദേശിക്കുന്നവനെ നരകത്തിലേക്കും ഞാൻ ഉദ്ദേശിക്കുന്നവനെ നേർമാർഗത്തിലേക്കും ഒക്കെ ആക്കും എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ? അത് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലത് ഉദ്ദേശിച്ചാലും അള്ളാഹു നിങ്ങൾ നരകത്തിലാണ് എത്തുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ അത് ഏതാണ് അവിടെ നടപ്പിലാവുക? ഞാൻ നല്ലത് ഉദ്ദേശിച്ചാല് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ നരകത്തിലെത്തുമെന്ന്. ഓക്കെ, സപ്പോസ് സപ്പോസ് അല്ല, ഞാനൊരു കാര്യം പറയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ നരകത്തിലെത്തുമെന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നു നരകത്തിലെത്തൂലെന്ന്. ഏതാണ് നടക്കുക? നരകത്തിലേക്ക് എത്താനുള്ള ഒരു ചാൻസും ഇല്ല. ഞാൻ നേരായ മാർഗത്തിലാണ്. നിങ്ങൾക്ക് അപ്പൊ ഇസ്ലാം എന്താണെന്ന് അറിയില്ല. അപ്പൊ പോയി പഠിക്കുകയാ. അപ്പൊ കുറെ നേരമായി, നമുക്ക് ഉറക്കം വരുന്നുണ്ട്. മണി ഇപ്പൊ 10-11 മണി. ഓക്കെ, അപ്പൊ പോയി പഠിക്കുക. അപ്പൊ വീട്ടിൽ പോയിട്ട് 4:34 മറന്നുകൊണ്ടാ.
കുറച്ച് ഭാര്യ- നല്ല കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ നമുക്ക്. ഞാൻ എനിക്ക് പറഞ്ഞു തരാം. സൗകര്യമില്ല. ഓക്കെ, വേണമെങ്കിൽ വിളിച്ചോ. നിങ്ങൾക്ക് ആവശ്യം എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ആവശ്യത്തിലധികം നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് ഖുറാനിലുള്ളത്. അപ്പൊ ശരി. ബുദ്ധിപരമായിട്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ഓക്കെ, ആവശ്യത്തിന് ഞാൻ കിട്ടി. ബുദ്ധിപരമായിട്ട് പറഞ്ഞു തരാം. വേണമെന്നില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. അത് ഖുറാൻ വായിച്ച് വെറുതെ നശിപ്പിക്കരുത്. സ്റ്റേ അവേ ഫ്രം ഇസ്ലാം. അപ്പൊ പറഞ്ഞ മാതിരി ഞാൻ നല്ല മനസ്സിലായതേ ഖുറാൻ പഠിച്ചിട്ടാണ്. നിങ്ങൾ ഖുറാൻ പഠിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ നല്ല മനുഷ്യനായിട്ട് നടക്കുന്നത്. പഠിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഭാര്യനെ തല്ലിന്ന് വരും. ഇനിയിപ്പോൾ പോയി വായിച്ചിട്ട് ഇനി ഭാര്യയെ തല്ലിയേക്കരുത്. ഡൊമസ്റ്റിക് വയലൻസ് ആണ്, ഉണ്ട തിന്നേണ്ടി വരും. അപ്പോൾ പറഞ്ഞ മാതിരി ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് കഥ. ഏതായാലും ക്ഷീണമായി. അശോകന് വിശക്കുന്നുണ്ട്. ഇച്ചിരി പോയി എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ദിവസം നമുക്ക് കാണിക്കാം. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La